അസ്സലാമലൈക്കും. ഈ സ്ഥലം കണ്ടിട്ട് ആൾക്കാർക്ക് പരിചയം ഉണ്ടാവും, ചില ആളുകൾക്കൊക്കെ പരിചയം ഉണ്ടാവും അല്ലേ. ഇത് നമ്മളുടെ മലമ്പുഴ ഡാമിൻ്റെ അവിടെ ഏരിയയാണ് കേട്ടോ. നമ്മൾ മലമ്പുഴ ഡാം ഓൾമോസ്റ്റ് 1 ഇയർ ആയിട്ടുണ്ട് ഇപ്പോൾ കാണാൻ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ വീഡിയോ ഒന്നും അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ഫോണിൽ സ്പേസ് ഇല്ലാതായപ്പോഴാണ് ഈ ഒരു വീഡിയോ ഒക്കെ ഉള്ളത് ഓർത്തിട്ട് അപ്പോൾ അതൊക്കെ ഒന്ന് അപ്ലോഡ് ചെയ്യാമെന്ന് കരുതിയത്. അപ്പോൾ നമ്മളൊരു യാത്ര പോയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ വീഡിയോ ഷൂട്ട് ചെയ്തതിന് അതൊക്കെ ഒരു ഓർമ്മകളാണല്ലോ. അപ്പോൾ യൂട്യൂബിലാണെങ്കിൽ അത് പോവില്ല. അപ്പോൾ അതുകൊണ്ട് അതെന്തായാലും യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യാമെന്ന് കരുതി അങ്ങനെ ഇതിന് വോയിസ് ഓവർ കൊടുത്തതാണ്. അപ്പോൾ കുറേ ഓൾമോസ്റ്റ് 1 ഇയർ കഴിഞ്ഞു ഇതിൻ്റെ ഞങ്ങൾ ഈ സ്ഥലത്തേക്ക് പോയിട്ട്. അപ്പോൾ ഞാൻ സ്കൂളിൽ പഠിക്കുമ്പോഴാണ് മലമ്പുഴ ഡാം കണ്ടിട്ടുള്ളത്. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 4th സ്റ്റാൻഡേർഡിൻ്റെ ഉള്ളിൽ. അതിന് ശേഷം മലമ്പുഴ ഡാം കണ്ടിട്ടുള്ളത് ഇത് ഇപ്പോഴാണ്, എത്രയോ വർഷങ്ങൾക്ക് ശേഷമാണ് ഇപ്പോൾ ഈ ഒരു അവസരം കിട്ടിയത്. പറയുമ്പോൾ നമ്മളുടെ മലമ്പുഴ ഡാമൊക്കെ നമ്മൾ അടുത്ത് തന്നെയാണ്, പക്ഷേ പോകാനുള്ളൊരു ചാൻസും അങ്ങോട്ട് പോകാനുള്ളൊരു അവസരം ഇതുവരെ കിട്ടില്ല. അങ്ങനെ എത്രയോ കൊല്ലങ്ങൾക്ക് ശേഷമാണ് ഞങ്ങൾ മലമ്പുഴ ഡാം കാണാൻ പോണത്. അപ്പോൾ കുറേയൊക്കെ മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, പക്ഷെ കുറേയൊക്കെ അതേ പണ്ടത്തെ ആ ഒരു മറ്റേ യക്ഷേൻ്റെ ആ ഒരു ഇതും അങ്ങനെ കുറേയൊക്കെ പണ്ടത്തെ ആ ഒരു ടൈപ്പ് തന്നെയാണ്, പക്ഷെ കുറേയൊക്കെ ചേഞ്ചുകൾ വന്നിട്ടുണ്ട്. അങ്ങനെ ഞങ്ങൾ പോയത് രാവിലെ പോയിട്ട് ഞങ്ങളൊരു ഉച്ചയാകുമ്പത്തിന് അവിടെ എത്തി. നല്ല വെയിലുള്ളൊരു ടൈമായിരുന്നു കേട്ടോ. ആ ടൈം ഞങ്ങൾ കുട്ടികളും പിന്നെ ഹസ്ബൻഡിൻ്റെ വീട്ടുകാരൊക്കെ ആയിട്ടാണ് പോയത്. അങ്ങനെ അവിടെ ഫീഡിങ് റൂമുണ്ട്, ചിൽഡ്രൻസ് പാർക്കുണ്ട്, ഹാങ്ങിങ് പാർക്കുണ്ട്. അങ്ങനെ പല സ്ഥലത്ത് നിന്നിട്ട് ഇങ്ങനെ ഫോട്ടോ എടുക്കാനുള്ള കുറേ ഏരിയകളുണ്ട്. അപ്പോൾ കുട്ടികൾക്കൊക്കെ പോയപ്പോൾ ഭയങ്കര ഇഷ്ടമായി. നമ്മൾ എപ്പോഴും അങ്ങനെ ടൂറൊന്നും പോകാത്തവരല്ല, ഈ ഒരു ഭാഗം എന്ത് ഭംഗിയാണ് കാണാനല്ലേ. അങ്ങനെ ഞങ്ങളിങ്ങനെ കുറേ നടക്കാൻ ഇഷ്ടമുള്ള ആൾക്കാർ, നടക്കാൻ ആരോഗ്യമുള്ള ആളുകൾ പോയാൽ മതി. കാരണം കുറേ സ്റ്റെപ്പ് കാരണം നമുക്ക് ഡാമിൻ്റെ വ്യൂ കാണണമെങ്കിൽ തന്നെ ആ സ്റ്റെപ്പൊക്കെ കയറിയിട്ട് അതിന് മുകളിൽ പോയാലാണ് ശരിക്കും ഡാമിൻ്റെ ആ മുകളിൽ നിന്നുള്ള വ്യൂ കാണാൻ പറ്റുള്ളൂ. നല്ലൊരു ടൈമായിരുന്നു ഞങ്ങൾ പോയത്. പക്ഷേ കുറച്ച് വെയിലുള്ള കൂടുതലുള്ളൊരു ക്ലൈമറ്റ് ആയ കാരണം കൊണ്ട് കുട്ടികൾക്കൊക്കെ കുറച്ച് ബുദ്ധിമുട്ടായിരുന്നു നമ്മൾ ഡാമിൻ്റെ മുകളിൽ കയറിയപ്പോൾ. അല്ലെങ്കിൽ നല്ലൊരു പ്ലേസാണ് പോകാൻ. അപ്പോൾ നമ്മൾ ഡാമിൻ്റെ ഒരു വ്യൂ ആണ് കാണുന്നത്. അപ്പോൾ 4 ഷട്ടറാണ് തുറന്നിട്ടുണ്ടായിരുന്നത്. ഇത്രയും വർഷം പഴക്കമായിട്ട് പോലും ആ ഡാമിൻ്റെ ആ ഒരു ഭംഗി അത് നമ്മൾ അടുത്ത് പോയി നിൽക്കുമ്പോൾ തന്നെ കാണാൻ പറ്റുള്ളൂ. ശരിക്കും ഈ മഴക്കാലത്ത് ഈ ഒരു ഡാം ഷട്ടർ തുറന്നതെന്ന് പറയുമ്പോൾ ഒരു പേടിയാണ്. എല്ലാ ഡാമുകളും തുറക്കുമ്പോൾ ഉണ്ടാവാറ്. പക്ഷെ അതിൽ നിന്ന് ആ വെള്ളം വരുന്നത് കാണാൻ ഭയങ്കര ഭംഗിയാണ്. പിന്നെ അതിൻ്റെ അടുത്ത് പോയാലാണ് ശരിക്കും അതിൻ്റെ ആ ഒരു എന്തുമാത്രം അതിൻ്റെ ആ ഒരു വെള്ളത്തിൻ്റെ ശക്തി നമുക്ക് മനസ്സിലാവുള്ളൂ. പിന്നെ ഇവിടെ കുറേ നമ്മൾ നടന്നു പോകുന്ന വഴിയിലൊക്കെ കുറേ ചെറിയ സ്പോട്ടുകളുണ്ട് കേട്ടോ. നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാൻ ഭംഗിയുള്ള രീതിയിലുള്ള. ഞങ്ങൾ അതിൻ്റെ മുകളിലേക്ക് കയറി, ഡാമിൻ്റെ മുകളിൽ കയറി. അവിടെ ഉണ്ട് കുറേ നടക്കാൻ. അപ്പം ഞാൻ മോൾക്ക് 5 മാസമുള്ളപ്പോഴാണ് ഇപ്പോൾ ഈ പ്ലേസിൽ പോയത്. അപ്പോൾ കുട്ടിക്ക് നല്ല വെയിലുണ്ടായിരുന്നു മുകളിൽ കയറിയ ടൈമിൽ. അത് വീഡിയോയിൽ കാണുന്നുണ്ടോയെന്ന് അറിയില്ല, പക്ഷെ നല്ലൊരു കാറ്റും വെയിലുണ്ടെങ്കിലും നല്ലൊരു കാറ്റുള്ളൊരു ഭാഗമായിരുന്നു. അവിടെ നിന്ന് നമുക്ക് ആ ഒരു മലകളൊക്കെ കാണുമ്പോൾ എന്തോ ഒരു ഭംഗിയാണെന്നറിയാം. പ്രകൃതി രമണീയത ഫുള്ള് നിറഞ്ഞു നിൽക്കുന്ന ഒരു വീഡിയോ ആണ്. പക്ഷെ അത് ക്യാമറയിൽ പകർത്തിയപ്പോൾ അത് മൊത്തം കിട്ടുന്നുണ്ടോയെന്ന് അറിയില്ല. നമ്മളവിടെ കുറേ ടൈം സ്പെൻഡ് ചെയ്തു നമ്മൾ. അപ്പോൾ വെള്ളമൊക്കെ ആയിട്ട് പോകും മുകളിലേക്ക് കയറുമ്പോൾ. കാരണം വെയിലൊക്കെ അടിക്കുന്ന ടൈമാണെങ്കിൽ നല്ല ദാഹിക്കാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഈ ഒരു സംഭവത്തിൽ കയറിയില്ല. ഇതിൽ കയറിയാലും നമുക്ക് മൊത്തം അതിൻ്റെ മുകളിൽ നിന്നുള്ളൊരു വ്യൂവും കൂടിയും കിട്ടും. പിന്നെ ബോട്ടിങ് ഉണ്ട്, ഇഷ്ടമുള്ളവർക്ക് അതിൽ പോകാം. പിന്നെ നമ്മുടെ തൂക്കുപാലം, ഹാങ്ങിങ് ബ്രിഡ്ജ് പണ്ടൊക്കെ ഈ ഒരു മലമ്പുഴയിൽ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ തോന്നുന്നുണ്ട് ഈ ഒരു ഹാങ്ങിങ് ബ്രിഡ്ജ്. അതിന് കയറാനായിട്ട് അന്ന് എത്രയോ വർഷം ഞാനൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ടൈം എന്ന് പറഞ്ഞാൽ ഓൾമോസ്റ്റ് ഒരു മോർ ദാൻ 15 ഇയേഴ്സ് ആയിട്ടുണ്ട്. അപ്പോൾ ആ ഒരു കാലത്ത് ഹാങ്ങിങ് ഗാർഡനല്ല, അത് നമ്മൾ മലമ്പുഴയിൽ തന്നെ ഉള്ളൂന്ന് തോന്നുന്നുണ്ട്. വേറെ എവിടെ ഞാൻ കേട്ടിട്ടില്ല, എൻ്റെ ഒരു അറിവിൽ ഇല്ല. പിന്നെ ഇവിടെ സ്വിമ്മിങ് എഴുതി വെച്ചിട്ടുണ്ട്, പക്ഷെ അവിടെ ആരും ഇല്ല കേട്ടോ, അത് യൂസ് ചെയ്യുന്നില്ല. അപ്പം നമ്മൾ ഫുള്ള് കറങ്ങിയിട്ട് എൻഡിൽ കൂടെ ഇറങ്ങി
ഇത് ഞങ്ങൾ വേറൊരു പ്ലേസിലും കൂടി പോയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ അടുത്ത് വരും. ബൈ.